വീഡിയോ വ്ളോഗൊക്കെ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ സമയം കിട്ടാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. പിന്നെ യൂട്യൂബിൽ നമുക്ക് റീൽസോ ടിക്ടോക്കോ ഓരോന്നല്ല, എന്ത് ചെയ്യണം എന്ന് അറിയാനും കോപ്പിറൈറ്റ് വരാത്തതുകൊണ്ട് നമ്മുടെ ഓൺ ക്രിയേറ്റിംഗ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിലിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറെ ലേറ്റ് ആയത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് ഡേയ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ പേര്, എനിക്ക് 2000 എബോ ഡേയ്സ് കിട്ടി. അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണത് കുറേ പോലത്തെ ഡേയ്സ് തന്നെയാണ്. അങ്ങനെയുള്ളതും പിന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ട് അത് ചെയ്യാനായിട്ടൊരു വ്ളോഗ് ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കണേ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഡേയ്സിലേക്ക് പോവാം. അപ്പൊ എന്തായാലും സാരിയൊക്കെ കൊടുത്തത് റീൽസിന് പ്രൊമോഷൻ തരാൻ വേണ്ടി ഗാദി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്. അവര് നല്ല അടിപൊളി സാരി. അപ്പൊ സാരി എടുത്തപ്പോൾ ഇത് വെറുതെ ഞങ്ങൾ ഊരിക്കളയാൻ തോന്നാത്തതുകൊണ്ട് എന്നാൽ പിന്നെ എന്തായാലും യൂട്യൂബ് വീഡിയോ കൂടി ഈ ഒരു ഇതിൽ ഷൂട്ട് ചെയ്യട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഖാദി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് അവർക്കുള്ളൂ, പക്ഷെ എല്ലാം ഒന്നിനൊന്ന് അടിപൊളി മെച്ചമായിട്ടുള്ളതാണ്. വളരെ കംഫർട്ടബിളാണ്, ഉടുക്കാനാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളും സോഫ്റ്റും സ്മൂത്തും ഒക്കെയാണ്. എല്ലാം ഹാൻഡ്ലൂം കൂടിയാണ്. അപ്പം ഞാൻ ആ ഒരു പേജും കൂടി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാവേ, വേണ്ടവർക്ക് കയറി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ഡേയ്സ് ഉണ്ടായാലും ഒട്ടുമിക്ക നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല, കാര്യം പുറത്തു പോയി ഷൂട്ട് ചെയ്യേണ്ടതാണ് കുറെയൊക്കെ. അപ്പൊ ഈ അവസ്ഥയിൽ നമുക്ക് ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോലും കിടക്കാനുള്ള പെർമിഷൻ, ഇവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്ട് ചെക്കിംഗ് ആണ് എല്ലായിടത്തും. അപ്പൊ വീട്ടിൽ ചെയ്യാൻ പറ്റാതെ 1-2 ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ഉണ്ട്. അപ്പൊ അതിൽ ആദ്യം സ്വരൂപാണ് പറഞ്ഞേക്കണേ സൂചി എന്ന് ഉത്തരം വരുന്ന ഒരു ചോദ്യം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ സൂചി എന്ന് ഉത്തരം വന്ന ചോദ്യം, എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്ത്? ഉത്തരം സൂചി. ഉത്തരം കിട്ടിയില്ലേ പോലെ. അടുത്തത് അലൻ എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിച്ചേക്കുന്നത് നെഗറ്റീവ്സ് ഓഫ് യു. നെഗറ്റീവ് ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ട്. അതിലിപ്പോ എല്ലാം കൂടി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരെണ്ണം പറയാം. ദേഷ്യം വന്നാൽ കൺട്രോൾ ഇല്ല, ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ക്യാരക്ടറാണ്. ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടും. അതേപോലെ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയില്ല, പെട്ടെന്ന് കരച്ചിലും വരും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് സ്വയം തോന്നിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഐ ലവ് യു ടു ഒരു സ്ട്രേഞ്ചറിനോട് ഐ ലവ് യു പറയാനായിട്ട്, അതൊക്കെ പുറത്തിറങ്ങേണ്ട കാര്യങ്ങളാണ്. അടുത്തത് അൽന അല്ലി പറഞ്ഞേക്കണത് തവളച്ചാട്ടമാണ്. അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ അടിച്ച് നോക്കാം. സാരി കൊടുത്ത് തവളച്ചാട്ടം ചാടാൻ പറ്റി ലോകത്ത് ആദ്യത്തെ മരുന്ന് ചാടോ ഇങ്ങനെയല്ലേ ഇത്രയും ചാടിയ പോരാ, ഇനി അവിടെ ചാട്. ഇപ്പൊ ചാടിക്കോ. 1 2 3 4 5. ഓക്കെ, അപ്പൊ അടുത്തത് സഹറ ആണ് ചോദിച്ചേക്കണേ. കേരളത്തെ കുറിച്ച് 10 പോയിന്റ് പറയാ. കേരളത്തെ കുറിച്ച് 10 പോയിന്റ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നതാണ് കേരളം. 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനമാണ് കേരളം. 21ാമത്തെ സ്ഥാനമാണ് വലിപ്പത്തിൽ കേരളത്തിലുള്ളത്, 28 സംസ്ഥാനത്തിൽ. പിന്നെ 38,863 കേരളത്തിന്റെ വിസ്തീർണം. 44 നദികളാണ് കേരളത്തിലുള്ളത്. 34 കായലുകൾ. 34 കായലുകളുണ്ട്. ബാക്കിയൊക്കെ എങ്ങനെ പറയണമെന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. 34 കായലുകളാണുള്ളത്. കേരളം നിലവിൽ വന്നത് 1956 നവംബർ 1-ാം തീയതിയാണ്. അതുകൊണ്ടാണ് നവംബർ 1-ാം തീയതി നമ്മൾ കേരള പിറവിയായിട്ട് ആചരിക്കുന്നത്. ഏറ്റവും വലിയ ജില്ല 14 ജില്ലകളാണ്. തിരുവനന്തപുരം തുടങ്ങി കണ്ണൂർ, കാസർഗോഡ് വരെ 14 ജില്ലകളാണുള്ളത്. അതിൽ ഏറ്റവും വലിപ്പമേറിയ ജില്ല എന്ന് പറയുന്നത് പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഓക്കെ, 10 പോയിന്റ് വരെ 11 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ തോന്നിയോ? ചേച്ചി PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? എനിക്ക് കിട്ടിയത്. അടുത്തത് ഭയങ്കര രസകരമായിട്ടുള്ള 2 ഡേയ്സ് ആണ്. മിസ്സസ് ഡ്രീം എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞേക്കാണ് ചേച്ചിനെ പഠിപ്പിക്കുന്ന മിസ്സിനെ അല്ലെങ്കിൽ സാറിനെ വിളിച്ച് പഠിപ്പിക്കാത്ത പോർഷനിൽ ഒരു ഡൗട്ട് ചോദിക്കാന്നുള്ളത്. പൊതുവെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നതിന് ഞാൻ ജീവൻ സാറിനെ വിളിക്കാറ്. കാര്യം സാർ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും വിളിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരാമെന്ന്. പൊതുവെ ഞങ്ങളുടെ കോളേജിലുള്ള എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. എന്തായാലും ഞാൻ സാറിനെ വിളിക്കാം. സാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സാറിന് പൊളിറ്റിക്സ് ആണ് എന്നെ പഠിപ്പിക്കുന്നത്, പൊളിറ്റിക്കൽ തിയറി. അതാണ് സാർ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സാറിനോട് എന്തിനെ പറ്റി ഡൗട്ട് ചോദിച്ചാലും സാറ് പറയും. കാര്യം ഒന്നാമത് സാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറും കൂടിയാണ്. അപ്പൊ ഭയങ്കര അറിവുള്ള ഒരാളാണ്. എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം, എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. അത് പറയാനാണ് 100% സാധ്യത. എന്നാലും വിളിച്ചു കഴിഞ്ഞ സമയത്ത് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ കുറച്ച്
8 മണിയാവാറായി. സായ സമയത്ത് ഇതിൽ തിരക്കിലാണെന്ന് എനിക്കറിയില്ല. ഫ്രീ ആയിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. എടുക്കുകയാണെങ്കിൽ ഡൗട്ട് കഴിക്കാം. ഹലോ സാർ, ഇപ്പം ഫ്രീ ആണോ? സാർ അതില്ലേ, നമ്മളിപ്പോൾ ഒരാളെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം മറ്റേ ആൾക്ക് മ്യൂച്വൽ ഡൈവോഴ്സിന് താല്പര്യമില്ല. നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന എവിഡൻസ് ഒന്നും വാലിഡും അല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡൈവോഴ്സിന് വേണ്ടി എന്താ ചെയ്യുക? ഓക്കെ സാർ, ഓക്കെ 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 സാർ. താങ്ക് യു സോ മച്ച്. സാർ താങ്ക് യു സോ മച്ച്. കുറച്ച് എല്ലാ കാര്യം പോയിന്റ് വാട്സപ്പ് ചെയ്യട്ടെ. ഞാൻ തിരിച്ചു വിളിക്കാന്നാണ്. ഞാൻ എന്താ തിരിച്ചു വിളിക്കുമ്പോൾ പറയേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. ഈ നമുക്ക് പേഴ്സണലായിട്ടൊന്ന് കാണുന്ന കാര്യമുണ്ട്. ഓക്കെ, അതങ്ങനെ എന്തെങ്കിലും ആവട്ടെ. അടുത്ത ഡയർ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഡയറാണ്. നന്ദ മോഹൻ ഷെസ, ഇതാണ് ഞാൻ മെയിനായിട്ട് നോട്ട് വെച്ചത്. അതല്ലാണ്ട് ഒരുപാട് പേര്, എനിക്കുള്ളൊരു 10-15 പേര് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ, ഒരു ഡയറാണ്. പോയി ചെയ്യട്ടെ. അപ്പം അടുത്ത ഡയറാണ്. ഏതെങ്കിലും വോയിസിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയണം എന്നുള്ളത്. അപ്പോൾ വിഷ്ണുവിനെയാണ് കുറേ പേര് സജസ്റ്റ് ചെയ്ത് വിളിക്കാനായിട്ട്. അങ്ങനെ വിഷ്ണുവിനെ വിളിക്കാം. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ചു നോക്കാം. അടുത്തേക്ക് ഹലോ. ഹലോ മോനെ. ഹലോ. ഹലോ മോനെ. അത് ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഇപ്പൊ ഐ ലവ് യു. ഹലോ. അത് സത്യം പറയാലോ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡയറി കിട്ടിയായിരുന്നു. മോനെ വിളിച്ചിട്ട് ഐ ലവ് യു പറയണമെന്ന്. എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളത് സത്യം. ചിരി വന്നിട്ട് ഇവിടെ ചേച്ചി ക്യാമറ പിടിച്ചോണ്ട് ഇത് ചിരിക്കണേണ്. സ്പീക്കറിലിട്ടാ സംസാരിക്കണേടാ. ശരി മോനെ, ശരി. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റും. നമ്മളിങ്ങനെ ഒരാളുടെ ഇമോഷൻ വെച്ച് കളിക്കുന്നത് ശരിയല്ലല്ലോ. ആളെന്നെ പറ്റി തെറ്റിദ്ധരിച്ചാലോ ഓർത്തില്ല. ഓക്കെ, കട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഫാത്തിമ റാണയുടെയാണ്. റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ്. ഓക്കെ, അപ്പോൾ എൻ്റെ യഥാർത്ഥ ജീവിതവും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേന്ന് നമ്മളെ അല്ലല്ലോ, ഒരു ക്യാരക്ടറിൻ്റെ സൗണ്ട് നമ്മൾ എടുക്കുന്നു, ചുമ്മാ ഏതാണ്ട് അവരുടെ സിമിലർ ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ഇടുന്നു, അനുകരിക്കുന്നു, ഒരു വ്യത്യാസമില്ല, അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. റിയൽ ലൈഫിൽ നമ്മൾ ഒരു അഭിനയവും ഇല്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ. അത് മാത്രമേ ഉള്ളൂ റീൽസും റിയലും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ഗേൾ ആണ്. ആൾ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് യുവർ എയിം എന്നാണ്. ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ LLB കംപ്ലീറ്റ് ചെയ്യുക, നല്ലൊരു അഡ്വക്കേറ്റ് ആവുക. അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം LLM കൂടി എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എക്സാം എഴുതി പ്രൊഫസർ ആവാൻ. എനിക്ക് പഠിപ്പിക്കാൻ ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ കിട്ടട്ടെ. പക്ഷെ വലിയൊരു പഠനത്തോട് താല്പര്യമുള്ള ആളല്ല ഞാൻ. എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ പഠിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളല്ലാത്തതുകൊണ്ട് ചിലപ്പോഴേ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഫാമിലി കോർട്ടിൽ ഏതെങ്കിലും ഒരു നല്ല സീനിയറിൻ്റെ ജൂനിയറായിട്ട് കയറണം എന്നുണ്ട്. ഇതിനൊക്കെ ഉപരി ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആക്ടിങ് ഫീൽഡിലേക്ക് ഇറങ്ങണം, യൂട്യൂബ് കുറച്ചും കൂടി ഇതാകണം, സോഷ്യൽ മീഡിയകളിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവണം, സീരിയൽ, സിനിമ
അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഇങ്ങനെ 3 മെയിൻ ആഗ്രഹമുള്ളത് ഏതെങ്കിലും ഒരെണ്ണം നടക്കും, ദൈവം നടത്തി തരും എന്നാണ് എൻ്റെ ഒരു വലിയ പ്രതീക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പം അടുത്ത ഡയറി തന്നേക്കുന്നത് ഐ ആം സോന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് ഡാൻസ് വിത്തൗട്ട് നോ മ്യൂസിക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡാൻസ് വിത്തൗട്ട് നോ മ്യൂസിക്. അടുത്തത് ഹിബ ഹച്ചു, അതെ ഹിബ ഹച്ചു പറഞ്ഞേക്കുന്ന ഒരു ഡയറാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ വെള്ളം കൊള്ളുക, എന്നിട്ടൊരു പാട്ട് പാടുക, അത് അടുത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നവരെ ആ പാട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മഞ്ജു എന്തുവാണിത്? ആ എന്നാൽ കടമിഴിയിൽ കമലദളം. എന്ത്? ആ അത്ര എനിക്കറിയുള്ളൂ. കടമിഴിയിൽ കമലദളം. ഡയറി പാരന്റ്സിന് വെച്ച് 2-3 ഡയറി പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പറഞ്ഞാൽ ഇവാനിയ ബ്യൂട്ടിക്ക് ചോദിച്ചേക്കുന്നതാണ്, ചേച്ചി കുഞ്ഞിലെ കാണിച്ച ഒരു കുസൃതി അമ്മേനെയും കൊണ്ട് പപ്പേനെയും കൊണ്ട് പറയിപ്പിക്കണമെന്നുള്ളത്. ആ കുസൃതി പറഞ്ഞാൽ കാണിച്ചു പറയട്ടെ. അതായത് കുഞ്ഞായിരുന്നപ്പോഴേ ഒരു 2 വയസ്സ് 3 വയസ്സിന്റെ ഒക്കെ ഇടയ്ക്കുള്ള ഒരു പ്രായം ഉണ്ടാവില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം വാസിലിൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാസിലിൻ 2-3 ദിവസമൊക്കെ വെറുതെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വാസിലിന്റെ അളവില്ല, അത് വെറുതെ കാലിയാക്കി വെച്ചേക്കുന്നു. അപ്പൊ ഞാനിത് ഓർത്തിട്ട് ഇതെന്തെങ്കിലും പെട്ടെന്ന് തീർന്നേന്ന് ചോദിച്ചപ്പോ കൊച്ചു പമ്മി വന്നോണ്ട് പറഞ്ഞ് എല്ലാ ദിവസവും ആ വാസിലിൻ, അതായത് ബട്ടറാന്ന് പറഞ്ഞ് തിന്നുകൊണ്ടിരിക്കുന്നേരുന്ന്. പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ നമ്മള് കുഞ്ഞല്ലേ, അപ്പൊ നമ്മളല്ലേ വയറ്റിൽ നിന്നൊക്കെ പോകുമ്പോ കഴുകിയൊക്കെ കൊടുക്കണേ. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നിയേ, ഇതെന്താണാവോ ഒരു അത് വേണമെന്നിരിക്കണേ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുപ്പി കണ്ടപ്പോഴാണ് ആള് ഇത് കഴിച്ചോണ്ടിരിക്കണേന്ന്. അന്നൊരു കുഞ്ഞായിട്ടൊക്കെ കൊടുത്ത് പിന്നെ ചെയ്തിട്ടില്ല. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിച്ചായിരുന്നു ഈ LKG UKG കേൾക്കുമ്പോഴേ. അപ്പൊ പോകാൻ റെഡി ആയിട്ട് കഴിയുമ്പോഴത്തേക്കും ആളൊരു ഒറ്റ പോകണം, ബാത്റൂമിലേക്ക് പോയി. എന്താ സംഭവം? ക്ലാസ്സിൽ പോകാതിരിക്കാൻ വേണ്ടി വയറുവേദനയാണ്, വയറിളക്കം ഉള്ളതൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. പോവില്ല, ഭയങ്കര മടിച്ചായിരുന്നു. അപ്പൊ ആ പേര് വിടൂല്ല നമ്മള്. പക്ഷെ അത് അമ്മച്ചി ഒരു ദിവസം ബാത്റൂമിൽ കയറിയപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് ചോദിച്ചേക്കുന്നത് സ്വീറ്റി ആണ്. ചേച്ചിയുടെ അപ്പനെയും അമ്മയും ഒരുമിച്ച് ഇരുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് ഹൂ നോസ് യു ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പൊ 2 പേർക്ക് ഞാൻ ബുക്കും പേനയൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കണേന്. അവരോട് ചോദ്യം ചോദിക്കാൻ പോവാണ്. അപ്പൊ ചോദിക്കട്ടെ, ഫസ്റ്റ് വൺ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ ഫിലിം സോങ്. ഇതൊന്നും പറയാൻ ചാൻസ് ഇല്ല. 2 പേര് നോക്കിയിരിക്കുന്നത്. അത് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുതല്ലോ, നോക്കാണ്ട് എഴുതാൻ. എന്തൊക്കെ പാടായത്. അവർ 2 പേരും എഴുതിയില്ലെങ്കിൽ ആൻസർ ഞാൻ പറയും. അതായത് ചേച്ചിക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ചേച്ചി ഏറ്റവും കൂടുതൽ മനസ്സിലായി മലയാളത്തിലെ സോങ്, മലയാളം ഫിലിം സോങ്. എന്റെ ഫേവറേറ്റ് മലയാളം ഫിലിം സോങ്. ഒരു ഉത്തരത്തിനും ഇത്ര നേരം എടുക്കാൻ പറഞ്ഞ മോശമല്ലേ? ആ സിനിമ എനിക്കറിയില്ല, പാട്ട് പറയാൻ കിട്ടുന്നില്ല. മറ്റേ സിനിമ, ആ സിനിമയുടെ പേരിങ്ങനെ എഴുതിയാൽ മതി, പാട്ട് ഞാൻ ഊഹിച്ചോളാം. അമ്മച്ചി ഒച്ചയിൽ പറയുന്നത് മോള് സെന്ററിലിരുന്നോ? അങ്ങനെ നിന്നിട്ട് അവരെ പകുതി മാഞ്ഞിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഉത്തരം ചേച്ചി പറയണതായിരിക്കും. ലാസ്റ്റ് അറിയാവുന്ന പറഞ്ഞത് അതാ പാട്ട് മാത്രം. ഓക്കെ,
പപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് കോഡ്. അത് മിക്കവാറും അമ്മയ്ക്ക് ആയിക്കോട്ടെ കൂടുതൽ ചാൻസ്. അമ്മച്ചാണല്ലോ തയ്ച്ചു തന്നതൊക്കെ. പപ്പേനെ ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല. പിന്നെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, രണ്ടുപേരും ശരിയാക്കിക്കോളുന്നു. എന്റെ ഫേവറേറ്റ് ഹോബി. തപ്പാന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിലിടക്കിടക്കിടെ വഴക്കുറവാണ്. ഇല്ല, എനിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഇതിനൊക്കെ ഉത്തരം മോള് പറയണതായിരിക്കും. അപ്പ എഴുതണല്ലേ, വെറുതെ ആക്ഷൻ കാണിച്ച് ഞാൻ പറയണതൊന്നും എഴുതി കാണിക്കുന്നത്. അതൊന്നും പറഞ്ഞില്ല, അതൊക്കെ ഇങ്ങോട്ടുള്ള. എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. അതാണ് ആൻസർ വേണ്ടത്. ചേച്ചി പറയുന്നതൊക്കെ അല്ല മോളെ. വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഓക്കെ. എന്റെ ഫേവറേറ്റ് ആക്ടർ, നടൻ. നടി. എന്റെ ഭാവി മകനെ പറ്റിയുള്ള എന്റെ പ്രധാന 3 കൺസെപ്റ്റ്സ്. ഇഷ്ടമുള്ളത് 3 വന്നാൽ മതി. പ്രധാനമായിട്ട് മെയിൻ ആയിട്ട് പറയണ 3. എന്റെ മുഖത്ത് അങ്ങനെ ചെയ്തേണ്ട. ഇല്ല, നോക്കി ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കണേ. അങ്ങനെ പല അഭിനയങ്ങളും ഉള്ളിലുള്ളതാണ്. കഴിഞ്ഞ അല്ല, നിങ്ങൾ ഇത് കഴിഞ്ഞ. അടുത്തത് ചേച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ഒറ്റവാക്കിട്ട് എഴുതിയാലും മതി, അതിനുള്ളൂ. ഓക്കെ. പപ്പയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. പപ്പയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരിക്കും? പപ്പയിൽ ലളിതമായിട്ട് എഴുതിയാൽ മതി ബേബി. അമ്മച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ഓക്കെ, കഴിഞ്ഞില്ല. അപ്പൊ ഇത്ര ആവുന്നിട്ട് ക്വസ്റ്റ്യൻ. ഇനി എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വന്ന അമ്മച്ചിയുടെ പപ്പയുടെ പപ്പ പറഞ്ഞോളൂല്ലേ എന്റെ ഫേവറേറ്റ് മലയാളം സോങ് ഏതാണെന്നാണ് ചോദിച്ചത്. മോള് പറഞ്ഞു മൗനം സ്വരമായി. അതെ, മൗനം സ്വരം അമ്മച്ചി എഴുതിയിട്ടുണ്ട്. അപ്പൊ അമ്മച്ചിക്ക് 1 മാർക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് കോഡ് ചുരിദാറിന്റെ ടോപ്പും സ്കേർട്ടും. അത് കറക്റ്റ് അമ്മച്ചി അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ചുരിദാർ കാണുമ്പോ പപ്പ ഇട്ടേക്കണം. 4 മാർക്ക് എന്റെ മോനെ. എത്ര മാർക്ക് എന്റെ മോനുണ്ട്. അടുത്തത് എന്റെ ഫേവറേറ്റ് കളർ യെല്ലോ. അത് അമ്മച്ചി കറക്റ്റ് ആയിട്ട് എഴുതേക്കണേ. മഞ്ഞ. പപ്പയും കറക്റ്റ് ആയിട്ട് എഴുതേക്കണേ. അടുത്തത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഉറങ്ങുക. കറക്റ്റ്. പപ്പ എന്താ എഴുതേക്കണേ? സിനിമ
സെക്കൻഡ് ഓപ്ഷൻ പപ്പ എന്താ സിനിമ കാണുന്നതിന് അങ്ങനെ വഴിക്കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഉറങ്ങണേനാ പപ്പ എന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് വഴിക്കുറഞ്ഞോണ്ടിരിക്കുന്നു. അടുത്തത് എനിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മൂഴിക്കുളം. അതെ, അമ്മ വീട്. കറക്റ്റ് മൂഴിക്കുളം തന്നെ ഇരിക്കണം. അമ്മയുടെ വീട് മൂഴിക്കുളം കണ്ടാക്കാം. ശരിക്കും വയ്യ. അടുത്തത് എന്റെ ഫേവറേറ്റ് ആക്ടറിന്റെ പേര് ശ്രീനിവാസൻ. കറക്റ്റ്. എന്റെ ഫേവറേറ്റ് ആക്ട്രസിന്റെ പേര് ഉർവശി, പിന്നെ സായി പല്ലവി. ഉർവശി. രണ്ടുപേരും ഉർവശി ചെയ്തേക്കുന്ന കറക്റ്റ്. പിന്നെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള 3 എന്തെങ്കിലും ഒരു പോയിന്റ്. നല്ല ഹൈറ്റ്, നല്ല സൗണ്ട്, പിന്നെ ക്രിസ്ത്യൻ ജോലി. ലൈക്ക് അമ്മച്ചി പൊക്കം വേണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഓക്കെ. ഫിലിം ഇൻട്രസ്റ്റ് ആണ്. മോന്റെ ഇഷ്ടത്തിന് നിക്കണത്. പിന്നെ പഠിപ്പ്. ഓക്കെ, പഠിപ്പും പൊക്കം വേണം. ഓക്കെ, ഞാൻ ഓർത്തോടെ ക്രിസ്ത്യൻ പറയുന്നത്. നിങ്ങൾ എന്താ അടുത്ത പപ്പ? ഉയരം, ജോലി, സൽസ്വഭാവികം. പിന്നെ ചേച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആത്മാർത്ഥതാണ്. ആത്മാർത്ഥത ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവര് രണ്ടുപേരും എഴുതിയേക്കണത് അധികം സംസാരിക്കാത്ത ക്യാരക്ടറിനാ. സത്യം പറഞ്ഞാൽ ഞാൻ പറയാതെ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഫ്യൂച്ചറിൽ ആരോടും പറയും ചേച്ചിയുടെ സ്വഭാവമുള്ള ഒരാള് പുറത്തധികം സംസാരിക്കില്ലെങ്കിലും വീട്ടിൽ ഭയങ്കര സംസാരം. അങ്ങനത്തെ ആളെ എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആളുടെ ആത്മാർത്ഥത. ഭയങ്കര സിൻസിയറാ വീട്ടുകാരോട്, പുറത്തുള്ളവരോട്. വീട്ടുകാരുടെ കൂടുതൽ. പക്ഷെ രണ്ടുപേരും എഴുതിയേക്കുന്നത് ആയതുകൊണ്ട് അതെങ്ങനെ ശരിയാ? ശരിയായിരിക്കുമല്ലോ, അതും പറയാനുള്ളത്. അത് ശരി. എനിക്ക് പപ്പയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ക്ഷമ. അത് പപ്പയുടെ പ്ലസ് പോയിന്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ക്ഷമയാണ്. പപ്പയ്ക്ക് ഭയങ്കര ക്ഷമയാണ്. എന്നാലും അത് കുഴപ്പമില്ല, അത് ശരിയാ. അമ്മച്ചി പറയണത് ക്ഷമ, മുടക്കം പറയാത്ത പോസിറ്റീവ്. എന്നാലും ക്ഷമയാണ് ഞാൻ മെയിനായിട്ട്. അമ്മച്ചിക്ക് ഫുള്ളാ. അടുത്തത് അമ്മച്ചിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം കെയറിങ്, ലവ് ആൻഡ് കെയർ. കെയർ. അത് 3 പേര് കറക്റ്റ് ഉണ്ടാവും. അമ്മച്ചി ഭയങ്കര കെയറിങ് ആയി പറഞ്ഞില്ല. ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ എനിക്ക് ഭയങ്കര നല്ല എന്താ പറയാ, ഭയങ്കര ഇതാണ്. അപ്പൊ ഏറ്റവും അമ്മച്ചിനെ മറിക്കാൻ പറയാം. 1 2 3 4 5 6 7 8 9 10 10 ഔട്ട് ഓഫ് 11. ആണോ? 1 2 3 4 5 6 7 8 ഈ കളിയിൽ അമ്മച്ചി ജയിച്ചേക്കാണ് 3 ഓസ്മി വെച്ചറില് ഫുൾ മാർക്കോടാ. അവിടെ ചേച്ചി അത് സ്വാഭാവികമായിട്ട് ചേച്ചിക്കായിരിക്കും കൂടുതൽ അറിയാം. ഞങ്ങൾ എന്താ പറയാ മിക്ക സമയം ഒരുമിച്ചായിരിക്കും. പിന്നെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളും അറിയാം. നമ്മൾ ഡയറൊക്കെ ചെയ്ത് കളിച്ചിട്ടുണ്ടല്ലോ. ഡയറൊക്കെ ചെയ്ത് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്റെ അമ്മ, പിന്നെ എന്റെ പപ്പ. പക്ഷെ 2 ക്വസ്റ്റ്യൻ പപ്പയ്ക്ക് പറയാൻ പറ്റില്ല. ഡ്രസ്സിന്റെ കാര്യം പപ്പ അങ്ങനെ അധികം ശ്രദ്ധിക്കാത്തൊരു ഫീൽഡാണ് ഡ്രസ്സിന്റെ. അപ്പൊ അതുകൊണ്ട് പപ്പേനെ ഞാനൊന്നും പറയാനുള്ള. ബാക്കി എല്ലാം എന്നെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി എന്റെ 3-4 ഡയറി, ഇവരുടെ ഡയറി കഴിഞ്ഞ്. അപ്പൊ താങ്ക് യു പപ്പയുണ്ട്. താങ്ക് യു. സാറിനെ പറ്റി, ഇപ്പൊ ജീവൻ സാറിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ല ചെയ്തത് ഡയർ ആർന്ന ഒരു പ്രാങ്ക പോലെ ആയിരുന്നു തോന്നും. സാറ് വെയിറ്റ് ചെയ്തിരിക്കണേക്കും പോയിന്റ്സിന് വേണ്ടിയിട്ട്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാറാണ്. കാര്യം ഏത് സമയത്ത് ഇപ്പൊ എക്സാമിന്റെ തലേന്നൊക്കെയാണ് നമ്മൾ എപ്പോൾ വിളിച്ചാലും സാർ ഞങ്ങളെ പഠിപ്പിക്കുന്ന ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ തിയറി ആണ്. പക്ഷെ എന്തിനെ പറ്റി ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് നിയമപരമായിട്ടുള്ള ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺട്രാക്ട് ആയിക്കോട്ടെ, ഏത് ഫീൽഡിനെ പറ്റി ചോദിച്ചാലും സാർ അത് വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പൊ സപ്പോസ് സാറിന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉള്ളതാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സാർ എവിടെന്നെങ്കിലുമൊക്കെ റെഫറൻസ് നോക്കിയിട്ട് നമുക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സാറാണ്. ശരിക്കും പറഞ്ഞ ഡയറിനായിട്ട് അറിഞ്ഞെങ്കിലും സാറിന് വെറുതെ വിളിക്കേണ്ടി വന്നാലും എനിക്ക് വിഷമമുണ്ടായിരുന്നു. സാർ അത്രയും സിൻസിയർ ആയിട്ട് ഇപ്പൊ വാട്സപ്പ് എടുത്തൊക്കെ കാണാൻ പറ്റും. മഞ്ജു പറഞ്ഞു ചോദിക്കും ഞാനിപ്പോ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇപ്പൊ തന്നെ കോൾ ചെയ്യും. അപ്പൊ അതൊരു ഡയറി ചെയ്തതിലൊരു വിഷമമുണ്ട്. എന്നാലും സാർ അത് ആ രീതിയിൽ എടുക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഡയറി ഇവിടെ അവസാനിച്ചിട്ടില്ല. നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത് വരുന്നതായിരിക്കും. കാര്യം ഒരുപാട് ഡയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരൊറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ പാർട്ട് 2. ബൈ ബൈ ആൻഡ് സ്റ്റേ സേഫ്.